ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ്. അതായത് പാകിസ്ഥാനേക്കാളും ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് ഒരു തീവ്രവാദ നിലപാട് വെച്ച് പുലർത്തുന്നതിൽ തുർക്കി നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ്. തുർക്കിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയ്ഷ് എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ എല്ലാവിധ കോർഡിനേഷനും തുർക്കിയാണ് നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ട് തീവ്രവാദികൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആപ്പ്. ഈ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവിൽ പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ രഹസ്യമായിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർ അത് തെരഞ്ഞുപിടിച്ച് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഇത് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ത്രീമ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് സെർവർ ബേസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി നേരിടുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട്. അതായത് ഇത്രയും കാലം ഏജൻസി ഫോക്കസ് ചെയ്തിരുന്നതെല്ലാം തന്നെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തീവ്രവാദികളല്ല. ഇപ്പോൾ ഈ ഒരു സംഘം, ഈ ഡോക്ടർ മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു സംഘം ശരിക്കും കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇവരുടെ കയ്യിൽ നിന്നും ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാനും. അപ്പോൾ തെളിവുകൾ കിട്ടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിലുള്ള കാര്യമായിട്ടല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഈ ഷഹീൻ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയുടെ ബ്രദറുണ്ട് UP-യിൽ, പർവേഷ് എന്ന് പറഞ്ഞിട്ട്. അവനെ പിടിച്ച് അവിടെയും ആ ഒരു വീട് സെർച്ച് ചെയ്ത സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു ഇതേപോലെ സെർവർ റൂമുകളും ഇതേപോലെ വെടിമരുന്നുകളും കാര്യങ്ങളെല്ലാം. ഇനി ഈ ഉമർ എന്ന് പറഞ്ഞവൻ്റെ പേരിലാണെങ്കിൽ ഈ പൊട്ടിത്തെറിച്ച വാഹനം മാത്രമല്ല, അവൻ്റെ പക്കൽ വേറെ ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം പരിശോധിച്ച സമയത്ത് അതിലും ഈ അമോണിയം നൈട്രേറ്റ് കടത്തിയതായിട്ട്, അതായത് അതിനകത്ത് വെച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ചെറിയ ചെറിയ പൊടി പടലങ്ങളൊക്കെ അതിനകത്ത് വീണ് കിടപ്പുണ്ട്. അതെടുത്ത് പരിശോധിച്ച സമയത്ത് അതിനകത്ത് അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാറ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇനി അന്വേഷണ ഏജൻസി ഇപ്പം നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീമ എന്ന് പറഞ്ഞ ആപ്പ് ഇത് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് നമുക്കറിയാമല്ലോ, കള്ളപ്പണത്തിന്റെ രാജാക്കന്മാരാണ്. ലോകത്ത് എവിടെന്നെങ്കിലും പണം മോട്ടിച്ചോട് അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവന്മാർ ആ വിവരം പോലും പുറത്തു പറയത്തില്ല. അതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നും അവരുടെ നിയമം അനുസരിച്ച് ഒരു വിധത്തിലുള്ള ഡീറ്റെയിലും അവർ പുറത്തു വിടില്ല. അതിനിപ്പോൾ ആഗോളതലത്തിൽ എത്ര വലിയ ഭീകരാക്രമണം നടന്നാലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്യില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിലുള്ള പ്രിവിലേജസ് അനുഭവിക്കുന്ന രാജ്യങ്ങൾ കുറേ ഉണ്ട് ഈ ലോകത്ത്. അവർക്കൊക്കെയാണ് ആദ്യം തലക്കിട്ട് അടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെറ്റാ ഡേറ്റ പോലും ഇതിനകത്ത് കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതിന് ഈ മെറ്റാ ഡേറ്റ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ചെറിയൊരു എക്സാമ്പിൾ. അപ്പോൾ അതായത് A-B രണ്ട് ആൾക്കാരുണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ A എന്ന് പറഞ്ഞ വ്യക്തി B എന്ന് പറഞ്ഞ ആൾക്കൊരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ആപ്പിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ അയച്ച ആൾക്ക് മാത്രമാണ് ആ മെസ്സേജ് ഡിലീറ്റ് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നിലവിലുള്ള പരമാവധി ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ആപ്പിൽ അയച്ച ആൾക്ക് മാത്രമല്ല വായിക്കുന്ന വ്യക്തിക്കും ഡിലീറ്റ് ഓൾ കൊടുത്ത് ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ലൈൻ വരും, എന്താണ് മെസ്സേജ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതാണ് മെറ്റാഡേറ്റ. അപ്പോൾ ഈ മെറ്റാഡേറ്റ അവിടെ വരില്ല. ഈ മെറ്റാഡേറ്റ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും. ഈ സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത വെച്ചാൽ ഈ മെറ്റാഡേറ്റ പോലും ഈ ഫോണിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പറഞ്ഞ ഈ ഷാഹിൻ എന്ന് പറഞ്ഞ ഈ തീവ്രവാദ ലേഡി ഉണ്ടല്ലോ, ഈ ലേഡിയുടെ അനിയന്റെ കയ്യിൽ നിന്ന് ഒരു സെർവർ മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഏത് PC ആണോ സെർവറായിട്ട് ഉപയോഗിക്കുന്നത് ആ PC-ക്കുള്ളിലാണ് ഈ മെസ്സേജുകളെല്ലാം സ്റ്റോർ ആവുക. ഇൻഫാക്റ്റ് ഡിവൈസിൽ പോലും സേവ് ആകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ആ രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. പിന്നെ അന്വേഷണ ഏജൻസികൾ കുറച്ച് രഹസ്യമായിട്ട് കുറേ ഇൻഫർമേഷൻസ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്യാൻ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ രീതിയിലാണ് ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ഇതൊരു സൈഡിൽ നിൽക്കെ ഈ നൗഗാമിൽ ശ്രീനഗറിൽ, ജമ്മു ആൻഡ് കശ്മീരിൽ ശ്രീനഗറിൽ നൗഗാമിൽ ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ പൊട്ടിത്തെറി. ഈ പൊട്ടിത്തെറിയെക്കുറിച്ച് ഞാൻ ഇൻസൈറ്റ്സ് മലയാളത്തിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ആ വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഇൻഫർമേഷൻസിന്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചെറിയൊരു പോർഷൻ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഈ വെടിമരുന്നുകളൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന, അതായത് അമോണിയം നൈട്രേറ്റ്, അതേപോലെ തന്നെ സൾഫർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, പൊട്ടാഷ്യം, ഇതെല്ലാം തന്നെ സീസ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിരുന്നതാണ്. ഇത് ഏതാണ്ട് 360 കിലോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം കെയർലെസ് ആയിട്ടാണ് ഇവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിൻ്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലും പല പോലീസുകാർക്കും ഈ JEM-ഉമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു ആശയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, JEM എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇന്ത്യക്കുള്ളിൽ ഈ രീതിയിൽ അവരുടെ തന്നെ ഒരു സംഘടന റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഈ ഒരു മാനസികാവസ്ഥ, അതായത് ഇവർ എന്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഈ കൈ ഉയർത്തി വെച്ച് കുളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എത്രത്തോളം പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ഇവൻ ഈ ഉയർത്തി വെച്ചിരിക്കുന്ന കൈ താഴ്ത്തി അതിൽ വെള്ളമൊഴിക്കാതെ അത് നനയുകയില്ല ഒരിക്കലും. അപ്പോൾ ആ രീതിയിലുള്ള വ്യക്തികളാണ് ഇമാതിരി തീവ്ര മത നിലപാടുള്ള ആശയങ്ങളിൽ ആകർഷകരായിട്ട്
ഈ രീതിയിൽ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഈ നൗഗാമിലുണ്ടായ പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ശരിക്കും ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇത് ആർക്കാണ് വീഴ്ച പറ്റിയത്, ഇനി അഥവാ ഇതിന്റെ ഉള്ളിൽ ഡെറ്റനേറ്റർ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്വേഷണം ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോഴും 9 പേര് ഈ അപകടത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ദയനീയമായിട്ടുള്ള വിഷയം. കാരണം എന്താണ്, ഈ സംഭവം ഡൽഹിയിൽ റെഡ് ഫോർട്ടിന്റെ മുന്നിൽ പൊട്ടിത്തെറിച്ച അപകടത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ നൗഗാമിലുണ്ടായ പൊട്ടിത്തെറിയിൽ 9 പേര് ഇതുവരെ കൊല്ലപ്പെട്ടു. 24 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. അതിൽ മരണനിരക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള സ്ഫോടനമായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ജനലുകളിലൂടെയൊക്കെ തീ ആളിപ്പടർന്ന് തൊട്ടടുത്തിരുന്ന വീടുകളിലൊക്കെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലൊരു ഭീകര സംഭവം തന്നെയായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതും, ജമ്മു കാശ്മീർ ശ്രീനഗറിൽ നൗഗാമിലാണ് ഇത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളതൊക്കെ നമ്മളുടെ പത്രമാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും ആദ്യഘട്ടത്തിൽ ഇന്റലിജൻസ് ഏജൻസി ആയാലും ശരി, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സൈഡിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. സ്വതന്ത്രമായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കുള്ള ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അതിര് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ രീതിയിലുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും പ്രാഥമിക ഘട്ടത്തിൽ പുറത്തുവിടാൻ പാടില്ല. ഈ വെടിമരുന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നൗഗാമിലാണെന്നുള്ളത്, ഈ നൗഗാമിൽ നിന്നും ഈ വെടിമരുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയതിനു ശേഷം മാത്രമേ ഈ വാർത്ത ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സാധനം ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നുള്ള വിഷയം മാത്രമേ പിന്നീട് പുറത്തു വരാവൂ. ആ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരണം. ഈ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ വേണ്ടതാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യക്കുള്ളിലെ മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ കണ്ടുവരുന്ന വീഴ്ചകൾ. മാധ്യമപ്രവർത്തകർ തന്നെ തീവ്രവാദികൾക്ക് ലീഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്താണ്, അതായത് ഇന്ന സാധനം ഇവിടെ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും, ഈ 30 പേര് ഒളിവിൽ പോയവന്മാർ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അവർക്ക് പല മീഡിയയിലൂടെ ഈ വാർത്തകളൊക്കെ മോണിറ്റർ ചെയ്യാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. ആ രീതിയിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇത് ഒരു ദാരുണ സംഭവമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. നമ്മളുടെ നിയോമ എയർബേസ്, ഈ നിയോമ എയർബേസ് ശരിക്കും ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 13,000 ഫീറ്റ് എബോ സീ ലെവലിൽ നിന്നും 13,000 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു ബേസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അതിർത്തി. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിയറിൽ നിന്നും 25 കിലോമീറ്റർ മാത്രമാണ് ഇത് നീങ്ങി ഉള്ളിലോട്ട് ഇന്ത്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു എയർബേസ്. ഇത് ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കലി വളരെ നിർണായകമായിട്ടുള്ള ഒരു എയർബേസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തജിക്കിസ്ഥാനിലെ എയർബേസ് ഒഴിവാക്കിയ സ്ഥിതിക്ക് നമുക്ക് വലിയ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. കാരണം തജിക്കിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ സ്വന്തമായിട്ട് ലഡാക്ക് റീജിയനിൽ ഈ നിയോമ എയർബേസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ്. നമ്മളിപ്പോൾ മറ്റൊരു രാജ്യത്തിന് അനാവശ്യമായിട്ട് പൈസ കൊടുത്തുകൊണ്ട് എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും ഉപരി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, അതായത് തജിക്കിസ്ഥാൻ ബേസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കവറേജ് നമുക്ക് കിട്ടുമോ അതേ രീതിയിലുള്ള കവറേജ് നമുക്ക് ലഡാക്കിന്റെ ഈ ഒരു നിയോമ എയർബേസിൽ നിന്ന് തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL ഈ കമ്പനി ശരിക്കും ഒരു ബഡ്ജറ്റ്, ഭീമമായ ഒരു ബഡ്ജറ്റ് മുടക്കിക്കൊണ്ട് ക്വാണ്ടം ടെക്നോളജിയിൽ R&Dക്ക് പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. അതായത് ക്വാണ്ടം ടെക്നോളജിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ വിങ് അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബഡ്ജറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് 2,500 കോടിയാണ് ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ അവർ തുടങ്ങുന്നത്. പക്ഷേ ഇത് 17,000 കോടി വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നടത്താൻ പറ്റുമോ അതെല്ലാം തന്നെ HAL നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. അവിടെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർഗൈ ലാവ്റോവുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് രണ്ട് രാജ്യങ്ങളുടെയും ഫോറിൻ മിനിസ്റ്റേഴ്സ് തമ്മിൽ ഒരു ഡീപ്പ് സ്ട്രാറ്റജിക് കോപ്പറേഷൻ എന്നുള്ള നിലയിലാണ് ഈ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്തൊക്കെ പ്ലാനുകൾ, ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ, ആ ഒരു അജണ്ട, പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ, ഇതെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബറിലെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അമേരിക്കയുടെ ഉത്തരവ് പ്രകാരം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ ഒരു റിപ്പോർട്ട് ഒക്ടോബറിൽ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ഇന്ത്യ റഷ്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പർച്ചേസർ എന്നുള്ള നിലയിലുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ $2.5 ബില്യൺ വർത്ത് വരുന്ന ബിസിനസ്സും ചൈന $3.7 ബില്യൺ വർത്ത് വരുന്ന ക്രൂഡ് ഓയിൽ ബിസിനസ്സുമാണ് റഷ്യക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും
കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.